ഇന്ന് നമുക്ക് സൂത്രവാക്യം എന്ന സസ്പെൻസ് ത്രില്ലർ മലയാള സിനിമയുടെ കഥ നോക്കിയാലോ. കഥയുടെ ചുരുക്കം എന്തെന്നാൽ, കഥാനായകനായ സേവ്യർ എന്ന പോലീസ് ഓഫീസർ സേവ്യർ വർക്ക് ചെയ്യുന്ന പോലീസ് സ്റ്റേഷന് മുകളിലായിട്ട് ഒരു ട്യൂഷൻ സെന്റർ സേവ്യർ നടത്തുന്നുണ്ട്. ഒരുപാട് സ്കൂൾ കുട്ടികളാണെങ്കിൽ ട്യൂഷൻ പഠിക്കുവാനായിട്ട് അവിടേക്കും എത്തുന്നുണ്ട്. സേവ്യറിന്റെ ട്യൂഷൻ സെന്ററിൽ പഠിക്കുന്ന രണ്ട് കുട്ടികളാണ് അഖിലും ആര്യയും. ഇവർ രണ്ടുപേരും നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. എന്നാൽ ഒരു ദിവസം ആര്യയുടെ ബർത്ത്ഡേയുടെ അന്ന് ഈ അഖിലാണെങ്കിൽ അവൾക്ക് സർപ്രൈസ് കൊടുക്കുവാനായും തീരുമാനിച്ച് അവരുടെ ഗ്രാമത്തിലുള്ള തന്നെ ഒരു ഒഴിഞ്ഞ വീട്ടിലേക്ക് അവളെ ക്ഷണിക്കുന്നു. അവിടെ വെച്ചവൻ അവൾക്ക് ഒരുപാട് സർപ്രൈസ് ഒക്കെ കൊടുക്കുന്നു. രണ്ടുപേരും ചേർന്ന് നിന്ന് ഫോട്ടോ എടുക്കുന്നത് ആര്യയുടെ സഹോദരനായ വിവേക് കണ്ടുകൊണ്ടുവരും. വിവേക് ആണെങ്കിൽ അവിടെ വെച്ച് ആര്യ ഒരുപാട് തല്ലുന്നു. അവളുടെ മുഖത്തൊക്കെ ഒരുപാട് പരിക്കും പറ്റുന്നു. അവളുടെ കൈയും അടിച്ചൊടിക്കുകയാണ്. കൂടാതെ അഖിലിനും നല്ല തല്ല് കിട്ടുന്നു. അവനും ഒരുപാട് പരിക്കേൽക്കുകയാണ്. എന്നാൽ അടുത്ത ദിവസം ഇതേ വിവേക് തന്നെ ആ ഗ്രാമത്തിലുള്ള ഒരു പൊട്ടക്കിണറ്റിൽ ശവമായി കിടക്കുന്നു. ഇതെങ്ങനെ സംഭവിച്ചു? അന്നേ ദിവസം രാത്രി എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു? വിവേക് എങ്ങനെയാണ് ആ ഒരു പൊട്ടക്കിണറ്റിനുള്ളിൽ മരണപ്പെട്ട് കിടക്കുന്നത്? അതെല്ലാം പുറത്തു വരുന്ന സമയത്ത് ഞെട്ടിക്കുന്ന പല കാര്യങ്ങളുമാണ് പുറത്താകുന്നത്. വിവേകിന്റെ മരണത്തിന് പിന്നിലൂടെ ചുരുളഴിയുന്നതോ വലിയ വലിയ രഹസ്യങ്ങളായിരുന്നു. അതെന്തെന്നൊക്കെ അറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കിടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ മറക്കരുതേ. ക്രിസ്റ്റോ സേവിയർ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ, അദ്ദേഹം ഒരു SHO ആണ്. താൻ ജോലി ചെയ്യുന്ന പോലീസ് സ്റ്റേഷന്റെ ടെറസിലായിട്ട് സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ട്യൂഷൻ സെന്റർ നടത്തുന്നുണ്ട്. ഒരുപാട് കുട്ടികൾ ട്യൂഷൻ പഠിക്കുവാനായും എത്തുന്നു. ഒരു പോലീസുകാരനായിരുന്നാലും കുട്ടികളോടൊക്കെ നല്ല സ്നേഹത്തോടെയാണ് സേവിയർ പെരുമാറുന്നതും. മാത്രവുമല്ല നന്നായി പഠിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അടുത്ത സ്കൂളിലെ പിള്ളേരെല്ലാവരും സ്കൂൾ കട്ട് ചെയ്ത് ട്യൂഷൻ എത്തുന്നു. ഇതറിയുന്ന സ്കൂളിലെ ടീച്ചറായ നിമിഷ പ്രിൻസിപ്പാളിനെയും വിവരം അറിയിക്കും. ഒപ്പം സേവിയറിനെ കാണുവാനെയും സ്റ്റേഷനിലും എത്തുകയാണ്. പിള്ളേരൊക്കെ സ്കൂളിലെ ക്ലാസ് കട്ട് ചെയ്താണ് ഇവിടേക്ക് വരുന്നതെന്ന് പറയുമ്പോൾ ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് നിമിഷയോട് സേവിയറും പറയുന്നു. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ സേവിയർ ട്യൂഷൻ എടുത്തുകൊണ്ടിരിക്കുന്ന സമയം അവിടേക്ക് തോമസ് മാഷും പഞ്ചായത്ത് മെമ്പറും കംപ്ലൈന്റ് കൊടുക്കുവാനായും എത്തുന്നു. ആ ഗ്രാമത്തില് ഒരു പൊട്ടക്കിണറുണ്ട്. പൊട്ടക്കിണറുള്ള വസ്തുവാണെങ്കിലോ ഒരു അമേരിക്കക്കാരൻ്റെതാണ്. അയാൾ നാട്ടിലില്ല. ആ വസ്തു ആരും നോക്കാതെയും കാണാതെയും കിടക്കുന്നത് കാരണം പ്രദേശവാസികൾ എല്ലാവരും മാലിന്യം കൊണ്ടുവന്ന് കിണറ്റിൽ തള്ളും. അത് കാക്കയൊക്കെ കൊത്തിവലിച്ച് ഓരോ വീടിനും മുന്നിലായി കൊണ്ടുവന്നിടും. നാറ്റം കാരണം സഹിക്കാൻ വയ്യ. ഒരിക്കൽ വേസ്റ്റ് കൊണ്ടിടാനായി വന്നവരെ പ്രദേശവാസികൾ എല്ലാവരും ചേർന്ന് പൊക്കി. പക്ഷെ അവരാണെങ്കിലോ പ്രദേശവാസികളെ തല്ലുകയാണ് ചെയ്തത്. ഇതിനെതിരായി പരാതി കൊടുക്കുവാനാണ് തോമസ് മാഷും മെമ്പറും എത്തിയിരിക്കുന്നത്. സംഭവമെല്ലാം കേട്ട് കഴിഞ്ഞ് സേവിയർ എത്രയും വേഗം പരിഹാരം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് അവരെ സമാധാനിപ്പിച്ച് പറഞ്ഞുവിട്ടു. സേവിയറിന്റെ ട്യൂഷൻ സെന്ററിൽ പഠിക്കാൻ വരുന്ന രണ്ട് കുട്ടികളാണ് അഖിലും ആര്യയും. രണ്ടുപേരും ഒരുമിച്ചാണ് പഠിക്കാൻ വരുന്നതും പഠിച്ചിട്ട് പോകുന്നതുമൊക്കെ. രണ്ടാളും ബെസ്റ്റ് ഫ്രണ്ട്സുമാണ്. എന്നാൽ ഇവർ ഒരുമിച്ച് നടക്കുന്നതും പോകുന്നതെന്നും ആര്യയുടെ സൈക്കോ സഹോദരനായ വിവേകിന് ഇഷ്ടമല്ല. വിവേകിന് 18 വയസ്സുള്ളപ്പോഴാണ് ആര്യ അവന്റെ അമ്മ പ്രസവിക്കുന്നതും. നാട്ടുകാരെല്ലാവരും ആ കാര്യം പറഞ്ഞ് അവനെ കളിയാക്കുമായിരുന്നു. ഒപ്പം അവന്റെ കൂട്ടുകാരും. അതുകൊണ്ട് തന്നെ ആര്യ അവന് ഒട്ടും ഇഷ്ടമേ അല്ല. ഈ കാരണം കൊണ്ടാണ് അവൻ വെറുക്കുന്നതും. കുട്ടിക്കാലം മുതൽ തന്നെ ആര്യ അവന് ഒട്ടും ഇഷ്ടമേ അല്ലായിരുന്നു. ആര്യ അഖിലിനൊപ്പം വരുന്നതും പോകുന്നതുമെല്ലാം വിവേകിന് ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ അത് കണ്ട വിവേക് അവളെ ഒരുപാട് തല്ലുകയാണ്. കണ്ട പയ്യന്മാർക്കൊപ്പം നടക്കുകയാണോ എന്ന് പറഞ്ഞാണ് അവളെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് തല്ലുന്നതും. അമ്മ ഒരുപാട് തടയുവാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ? വിവേക് ഇതിനു മുമ്പും പല കാരണം പറഞ്ഞും ആര്യയെ തല്ലാറുണ്ട്. അത് സ്ഥിരമായി നടക്കുന്നതായതിനാൽ തല്ലുകൊള്ളുന്ന കാര്യമെല്ലാം ആര്യയുടെ ടീച്ചറായിട്ടുള്ള നിമിഷ അറിയുകയാണ്. നിമിഷയ്ക്കാണെങ്കിലോ ആര്യയെ സംബന്ധിച്ച എല്ലാ കാര്യവും അറിയാവുന്നതുമാണ്. നിമിഷ പോലീസ് സ്റ്റേഷനിലെത്തി സേവിയറിനോട് വിവേകിനെ പറ്റിയും ആര്യയെ പറ്റിയും ഒക്കെ പറയും. പരിഹാരം ഉണ്ടാക്കി തരാമെന്ന് നിമിഷയോട് സേവിയർ പറയുകയാണ്. ഒരിക്കൽ റോഡിൽ വെച്ച് പോലീസ് ചെക്കിംഗ് നടത്തുകയായിരുന്നു. അപ്പോൾ ചെക്കിങ്ങിലാണെങ്കിൽ നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ഒരു സ്കൂട്ടി പൊക്കും. അത് അമേരിക്കയിൽ നിന്ന് വന്ന ബിൻസി എന്ന പെൺകുട്ടിയുടേതായിരുന്നു. സ്കൂട്ടിയാണെങ്കിൽ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. അതേസമയമായിരുന്നു പാസ്പോർട്ട് വെരിഫിക്കേഷനായി വിവേക് സ്റ്റേഷനിലേക്ക് എത്തിയതും. വിവേക് സേവിയറിന്റെ റൂമിലേക്ക് എത്തിയതും വിവേകിനെ കണ്ട സേവിയർ ആണെങ്കിൽ അവനിട്ട് ഒരെണ്ണം കൊടുക്കും. എന്തിനാണിത് കിട്ടിയതെന്ന് മനസ്സിലായല്ലോ, ഇനി അത് ആവർത്തിക്കരുതെന്നും പറയും. അടിയും കിട്ടി സ്റ്റേഷനിൽ നിന്നും ഇറങ്ങി വരുന്ന വിവേക് സ്റ്റേഷന് പുറത്ത് നിൽക്കുന്ന തോമസ് മാഷിന്റെ മരുമകളായ ഷെർലിയെയും ബന്ധുവായിട്ടുള്ള ബിൻസിയെയും കാണുന്നു. ഷെർലിയുടെ സ്കൂട്ടി ഓടിച്ചതിനാണ് ബിൻസിയെ പോലീസ് പൊക്കിയതും. സ്കൂട്ടി ഇറക്കുവാനായി നിൽക്കുകയാണ് രണ്ടാളും. വിവേകിനെ കണ്ടതും അവർ കാര്യം തിരക്കുന്നു. ഈ വിവേക് മുൻപ് ഷെർലിയോട് ഒരു വിസയുടെ കാര്യം പറഞ്ഞിരുന്നു. ഷെർലിയുടെ ഭർത്താവ് ദുബായിലാണ്. എല്ലാം ശരിയാക്കാമെന്നും ഷെർലി പറയുന്നുണ്ട്. പോകുവാനായി ഇറങ്ങുന്ന സമയത്ത് സ്റ്റേഷനിൽ മുകളിലെ ട്യൂഷൻ സെന്ററിൽ ആര്യയും അഖിലും നിന്ന് സംസാരിക്കുന്നത് വിവേക് കാണും. അത് കണ്ടതും വിവേകിന് വല്ലാതെ ദേഷ്യം വരും.
ഈ വിവേകാണെങ്കിൽ മാത്യു എന്ന ആളുടെ ഡ്രൈവറായിട്ടാണ് ജോലി ചെയ്യുന്നതും. മാത്യുവിനോട് അഖിലിന്റെയും ആര്യയുടെയും കാര്യം പറയും. ഇവൾ ആ പയ്യനുമായി നടക്കുന്നതെന്നും എനിക്ക് അത്ര ഇഷ്ടമാകുന്നതേയില്ല. നാട്ടുകാരൊക്കെ ഇനി എന്താ പറയാൻ തുടങ്ങുന്നത്? ആര്യയെ കാരണം തനിക്ക് നാണക്കേട് മാത്രമേ ഉള്ളൂവെന്ന് മാത്യുവിനോട് വിവേക് പറയുന്നു. അന്നേ ദിവസം ആര്യയുടെ പിറന്നാളായിരുന്നു. ആര്യയ്ക്കൊരു സർപ്രൈസ് കൊടുക്കണമെന്നും അഖിൽ തീരുമാനിക്കും. അതിനു വേണ്ടിയിട്ട് ഇവർ സ്കൂൾ വിട്ട് വരുന്ന വഴിയിൽ പഴയൊരു വീടുണ്ട്, ഒരു പൊളിഞ്ഞ വീട്. ആ ഒരു വീടിനുള്ളിലായിട്ട് അവൾക്ക് വേണ്ടിയിട്ട് സർപ്രൈസ് ഒരുക്കിയിരുന്നു അഖിൽ. അങ്ങനെ ആര്യയാണെങ്കിൽ ആ ഒരു വീട്ടിലേക്ക് എത്തുകയാണ്. അവിടെ അവൾക്ക് വേണ്ടിയിട്ട് ബർത്ത്ഡേ കേക്കും എല്ലാം അഖിൽ റെഡിയാക്കി വെച്ചിരുന്നു. രണ്ടാളും കേക്ക് കട്ട് ചെയ്യുകയും സെൽഫി എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അഖിൽ കൊണ്ടുവന്ന ഗിഫ്റ്റ് ഒക്കെ ആര്യയ്ക്കും കൊടുക്കും. അതേസമയമായിരുന്നു അതുവഴി പോകുന്ന വിവേക് ആര്യയുടെ സൈക്കിൾ ആ വീടിന് മുന്നിലിരിക്കുന്നത് കാണുന്നതും. അകത്ത് കയറി നോക്കുമ്പോൾ രണ്ടാളും സെൽഫി എടുക്കുന്നതൊക്കെയാണ് വിവേക് കാണുന്നതും. അതും കൂടി ആയപ്പോൾ വിവേകിന് സഹിക്കാനായില്ല. വിവേക് രണ്ടുപേരെയും തല്ലി ചതയ്ക്കും. വിവേകിന്റെ തല്ലുകൊണ്ട് ആര്യയുടെ മുഖമാകെ മുറിവ് പറ്റുന്നു. മാത്രമല്ല അവളുടെ കൈയും ഒടിഞ്ഞിരുന്നു. ആര്യ മാത്രമല്ല അഖിലിനെയും തല്ലിച്ചതച്ചു. അഖിലിനും കാര്യമായി പരിക്ക് പറ്റിയിട്ടുണ്ട്. വിവേകിന്റെ ഉപദ്രവം സഹിക്കാനാകാതെ അവിടെ നിന്നും ഇറങ്ങി ഓടിയ ആര്യ നേരെ ചെന്നെത്തിയത് നിമിഷയുടെ വീട്ടിലേക്കാണ്. നിമിഷയാണെങ്കിൽ അവളെ ഹോസ്പിറ്റലിലും ഒക്കെ കൊണ്ടുപോകും. അടുത്ത ദിവസം സേവ്യറിന്റെ ട്യൂഷൻ സെന്ററിലേക്ക് അഖിൽ എത്തും. പക്ഷെ ആര്യയില്ല. ആര്യ എന്താ ഇന്ന് വന്നില്ലേ എന്ന് സേവ്യർ ചോദിക്കുമ്പോൾ ഇല്ല, അവൾക്ക് പനിയാണെന്ന് അഖിൽ കള്ളം പറഞ്ഞു. ക്ലാസ്സൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സമയത്ത് അഖിൽ തന്റെ കൂട്ടുകാരനോട് വിവേകിനെ പറ്റി പറയും. വിവേക് ഉപദ്രവിച്ചത് കാരണം ആര്യ വരാത്തതെന്നും മാത്രമല്ല അവൻ ഇനി അവളെ ഉപദ്രവിക്കരുത്, അവന്റെ കാല് തന്നെ തല്ലി ഒടിക്കണം, അവൻ എഴുന്നേറ്റ് നിന്നാലല്ലേ അവളെ ഇനി അടിക്കുമെന്നും അഖിൽ പറയുന്നു. മാത്രമല്ല വിവേകിന്റെ കാല് തല്ലി ഒടിക്കുവാനായിട്ടും തീരുമാനിക്കും. പക്ഷേ എങ്ങനെ ചെയ്യുമെന്നാണ് അവൻ പ്ലാൻ ചെയ്യുന്നതും. അപ്പോഴാണ് അവനൊരു കാര്യം ഓർമ്മ വരുന്നത്. അഖിലിന്റെ അച്ഛൻ പാടത്ത് പന്നിക്ക് കെണി വെക്കാറുണ്ട്. ആ ഒരു കെണിയിൽ മനുഷ്യന്റെ കയ്യോ കാലോ പെട്ടുകഴിഞ്ഞാൽ ഒടിഞ്ഞു തൂങ്ങുക തന്നെ ചെയ്യും. അതറിയാവുന്ന അഖില് ആ ഒരു പന്നിക്ക് വെക്കുന്ന കെണിയും എടുത്തുകൊണ്ട് പോവുകയാണ്. വിവേക് സ്ഥിരം ആ പൊട്ടക്കിണറ്റിൽ വേസ്റ്റ് കൊണ്ടിടാനായിട്ട് വരുന്ന കാര്യം അഖിലിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ പൊട്ടക്കിണറ്റിന്റെ സൈഡിനായിട്ട് 2 കെണി കൊണ്ടുവന്ന് വെക്കും. അതിൽ വിവേകിന്റെ കാല് പെട്ടാൽ കാലിന്റെ കാര്യം പോക്കാണെന്നുള്ള കാര്യം അഖിലിന് നന്നായി അറിയാവുന്നത് കൊണ്ടാണ് പൊട്ടക്കിണറ്റിന്റെ സൈഡിൽ തന്നെ കൊണ്ടുവന്ന് വെച്ചതും. അങ്ങനെ വിവേക് എന്നത്തെയും പോലെ രാത്രി വേസ്റ്റ് കളയുവാനായിട്ട് പൊട്ടക്കിണറ്റിന്റെ സൈഡിലെത്തും. പൊട്ടക്കിണറ്റിന്റെ ഫസ്റ്റ് വെച്ചിരുന്ന ആ ഒരു കെണിയിൽ വിവേകിന്റെ കാല് പെടില്ല. എന്നാൽ രണ്ടാമത് വെച്ചിരുന്ന കെണിയിൽ വിവേകിന്റെ കാല് പെടുകയാണ്. കാലിന് നന്നായിട്ട് പരിക്ക് പറ്റുന്നു. കിണറിനടുത്ത് വെച്ച കെണിയിൽ കാല് കുടുങ്ങിയത് കൊണ്ട് തന്നെ കാല് വഴുതി വിവേക് കിണറ്റിനുള്ളിലേക്ക് വീഴുന്നു. ഇതെല്ലാം മാറി നിന്ന് അഖിൽ കാണുന്നുണ്ട്. വിവേക് കിണറ്റിലേക്ക് വീഴുന്നത് കണ്ട് അഖിൽ പേടിച്ചു പോകും. പെട്ടെന്ന് തന്നെ അഖിലാണെങ്കിൽ കിണറിനടുത്തേക്ക് വന്ന് നോക്കും. എന്തെങ്കിലും സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്നൊക്കെ അറിയുവാനാണ് എത്തിയിരിക്കുന്നത്. എന്നാൽ കിണറ്റിനുള്ളിൽ നിന്നും യാതൊരുവിധ ശബ്ദവും കേൾക്കുന്നില്ല. വിവേക് മരണപ്പെട്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം അഖിലിന് ഉറപ്പായി. കൊല്ലുവാൻ വേണ്ടിയിട്ട് ചെയ്ത കാര്യമല്ലല്ലോ, ജസ്റ്റ് ഒന്ന് കാലെങ്ങനെയെങ്കിലും ഒടിയണം, അവൻ എഴുന്നേറ്റ് നിന്ന് ആര്യ അടിക്കരുത്, അത്ര മാത്രമായിരുന്നു അഖിൽ ചിന്തിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ മരണപ്പെട്ടിരിക്കുകയാണ് വിവേക്. ആ ഒരു കാര്യം അഖിലിനെ മാനസികമായി ബാധിച്ചു. അടുത്ത ദിവസം മുതൽ തന്നെ ആരോടും അവൻ മിണ്ടാറില്ല. കൂട്ടുകാരോട് പോലും അവൻ മിണ്ടാറില്ല. അവൻ മാനസികമായി ഡൗൺ ആയിരിക്കുകയാണ്. അഖിലിന് എന്തൊക്കെയോ മാറ്റമുണ്ട് എന്നുള്ള കാര്യം അവന്റെ അച്ഛനും അമ്മയ്ക്കും അവന്റെ കൂട്ടുകാർക്കും മനസ്സിലാകുന്നുണ്ട്. ആരൊക്കെ എത്രയൊക്കെ ചോദിച്ചിട്ടും അവൻ ആരോടും കാരണം എന്താണെന്ന് പറയുന്നതേയില്ല. ആര്യ വിവേക് ഉപദ്രവിച്ച കാര്യം നിമിഷ സേവ്യറിനെ വിളിച്ചറിയിക്കുന്നു. നേരത്തെ ഈ കാര്യങ്ങളൊന്നും പറയാത്തത് കൊണ്ട് തന്നെ സേവ്യർ നിമിഷയെ ഒരുപാട് വഴക്ക് പറയും. അങ്ങനെ സേവ്യർ ആണെങ്കിൽ നേരെ പോകുന്നത് ആര്യയുടെ വീട്ടിലേക്കാണ്. ആര്യയുടെ അമ്മ സേവ്യറിനെ കണ്ടതും പുറത്തേക്ക് ഇറങ്ങി വരുന്നു. വിവേകിനെ കുറിച്ച് അന്വേഷിക്കുന്ന സമയത്ത് അവൻ 2-3 ദിവസമായി വീട്ടിൽ നിന്ന് പോയിട്ട് ഇതുവരെയും തിരിച്ചു വന്നിട്ടില്ല എന്നുള്ള കാര്യവും സേവ്യറിനോട് അമ്മ പറയും. 2-3 ദിവസമായി വിവേകിനെ കാണാനില്ല എന്നുള്ള കാര്യം എന്തുകൊണ്ടാ സ്റ്റേഷനിൽ അറിയിക്കാത്തതെന്ന് സേവ്യർ ചോദിക്കുമ്പോൾ ഇതിനു മുൻപും അവൻ ഇതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്, 2-3 ദിവസമൊക്കെ മാറി നിന്നിട്ട് പിന്നീട് വീട്ടിലേക്ക് വരും എന്നുള്ള കാര്യവും അമ്മ പറയുന്നു. അങ്ങനെയാണെങ്കിൽ വിവേകിന്റെ മൊബൈൽ നമ്പർ തരുവാനായിട്ടും സേവ്യർ പറയും. എന്നാൽ വിവേക് ഫോൺ എടുത്തിട്ടില്ല, അവന്റെ ഫോൺ ഇവിടെ തന്നെയുണ്ട് എന്നുള്ള കാര്യം അമ്മ പറയുന്നു. വിവേകിന്റെ ഫോണാണെങ്കിൽ സേവ്യർ ആവശ്യപ്പെടും. ഫോൺ എടുത്തുകൊണ്ട് വരുന്നത് ആര്യയുമായിരുന്നു. ആര്യയുടെ അവസ്ഥ കണ്ടിട്ട് സേവ്യറിന് വല്ലാതെ സങ്കടവും ദേഷ്യവും ഒക്കെ തോന്നുന്നു. അത്രയ്ക്ക് മോശമായിട്ടുള്ളൊരവസ്ഥയിലായിരുന്നു ആര്യ. അവളുടെ ദേഹമാസകലം മുറിവും കൈയും ഒക്കെ ഒടിഞ്ഞിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സേവ്യറിന് വിവേകിനോട് വല്ലാതെ ദേഷ്യം തോന്നും.
വിവേക് എപ്പോൾ വീട്ടിലേക്ക് വന്നാലും അപ്പോൾ തന്നെ അവനോട് എന്നെ വന്ന് കാണണമെന്ന് ഭീഷണിയുടെ സ്വരത്തിൽ സേവ്യർ പറഞ്ഞിട്ടാണ് ഇറങ്ങിപ്പോകുന്നതും. എന്നാൽ മറ്റൊരു വശത്ത് പൊട്ടക്കിണറ്റിൽ വേസ്റ്റ് കൊണ്ടുവന്നിടുവാനായിട്ട് 2 ലോറികൾ വരികയാണ്. നാട്ടുകാരെല്ലാവരും ചേർന്ന് ആ ലോറി തടയുകയും പോലീസിനെ ഏൽപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നു. സേവ്യർ ആണെങ്കിലോ തോമസ് മാഷിനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കും. എന്നിട്ട് സേവിയർ മാഷിനോട് പറയും, മാഷേ, വേസ്റ്റ് കൊണ്ടിടാനായിട്ട് വന്ന ആ ലോറി മറ്റാരുടേതുമല്ല, നിങ്ങളുടെ മരുമകളെ ഏൽപ്പിച്ചു വിട്ടതാ. നിങ്ങളുടെ മരുമകള് ബ്യൂട്ടി പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കമ്പനി ഉണ്ടായിരുന്നല്ലോ, ആ സ്ഥാപനം പൊളിച്ചു. അതിന്റെ വേസ്റ്റുകളാണ് കിണറ്റിൽ കൊണ്ടുവന്നിടുവാനായിട്ട് ആ ലോറിയിലാക്കി പറഞ്ഞു വിട്ടിരിക്കുന്നതും എന്നുള്ള കാര്യവും മാഷിനോട് സേവിയർ പറയുന്നു. അത് കേട്ടതും മാഷ് ഞെട്ടിപ്പോകും. ആ സ്ഥാപനം പൊളിച്ചോ? എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ എന്നും മാഷ് പറയുന്നു. തന്റെ കുടുംബത്തിലെ ആളാണ് ഈ വേസ്റ്റ് കൊണ്ടുവന്നിട്ടതിന് പിന്നിലെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ തോമസ് മാഷ് അത് വലിയ വിഷയമാക്കാതിരിക്കാൻ ശ്രമിക്കും. ഇതിനിടയിൽ വെച്ച് മാഷിന്റെ മരുമകളാണെങ്കിലോ തന്റെ ഭർത്താവിന്റെ അടുത്തേക്ക് കയറി പോവുകയും ചെയ്തു. അതേസമയം തന്നെ തോമസ് മാഷ് വലിയ കേസാക്കണ്ടെന്ന് ചിന്തിച്ച് തന്റെ കയ്യിലെ കാശ് കൊണ്ട് തന്നെ ആ ഒരു പൊട്ടക്കിണർ മൂടിക്കുകയും ചെയ്യും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം സ്കൂളിൽ എക്സിബിഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു എക്സിബിഷന്റെ ഗസ്റ്റ് ആയിട്ട് നിമിഷ സേവിയറിനെയാണ് ക്ഷണിക്കുന്നതും. സേവിയർ ആണെങ്കിൽ സ്കൂളിലേക്ക് വരുന്നു. ഒരുപാട് കുട്ടികൾ ഉണ്ടാക്കി വെച്ചിരുന്ന പ്രോജക്റ്റ് എല്ലാം സേവിയർ കാണും. അതിലൊന്ന് സേവിയറിന് ഇഷ്ടമാകും. ആ ഒരു കുട്ടി സേവിയറിന്റെ ട്യൂഷൻ സെന്ററിൽ പഠിക്കുന്ന കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോജക്റ്റ് നമുക്ക് ട്യൂഷൻ സെന്ററിൽ കൊണ്ടുവന്ന് വെച്ചാലോ എന്ന് സേവിയർ ചോദിക്കുന്നു. ആ കുട്ടിയും സമ്മതിക്കും. അതവൻ ട്യൂഷനിൽ കൊണ്ടുവന്ന് വെക്കുന്നുമുണ്ട്. എന്നാൽ ആ ഒരു പ്രോജക്റ്റില് വ്യത്യസ്തമായ ഒരു വസ്തു കാണുന്നു. ഇത് നിനക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് സേവിയർ ചോദിക്കുമ്പോൾ ഇതാ പൊട്ടക്കിണറ്റിന് സൈഡിൽ നിന്ന് കിട്ടിയതാണെന്നുള്ള കാര്യം അവൻ പറയുന്നു. കൗതുകമായിട്ടുള്ള ഏത് വസ്തു കണ്ടാലും അതെടുത്ത് സൂക്ഷിച്ചു വെക്കുന്ന പരിപാടി ഈ പയ്യനുണ്ട്. ഇത് നിനക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് സേവിയർ ചോദിക്കുമ്പോൾ എന്റെ വീടിന്റെ പരിസരത്ത് നിന്ന് കിട്ടിയതാണെന്നും ആ പയ്യൻ പറയുന്നു. കൗതുകപരമായിട്ട് എന്ത് കാര്യങ്ങൾ കണ്ടാലും അതൊക്കെ എടുത്ത് സൂക്ഷിച്ചു വെക്കുന്ന പരിപാടി ആ പയ്യനുണ്ട്. ഇതെന്ത് സാധനമാണെന്ന് കോൺസ്റ്റബിൾ ചോദിക്കുമ്പോൾ ഇത് പേസ് മേക്കറാണ്, ഹാർട്ടിന് കംപ്ലൈന്റ് ഉള്ളവർക്ക് വെക്കുന്നതാണെന്നും സേവിയർ പറയുന്നു. അതിനുശേഷം ആ ഒരു പേസ് മേക്കറിനെ കുറിച്ച് അന്വേഷിക്കുവാനായിട്ട് ഫോറൻസിക് വിഭാഗത്തിലേക്ക് അയക്കുകയാണ് സേവിയറും കൂട്ടരും. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ പേസ് മേക്കറിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളും ആ ഒരു ഫോറൻസിക് വിഭാഗത്തിൽ നിന്നും വിളിച്ച് സേവിയറിനെ അറിയിക്കുന്നു. ഈ ഒരു പേസ് മേക്കർ ഏകദേശം ഒരു 20-25 വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയുടേതാ. കൂടാതെ 2 ആഴ്ച പഴക്കമുള്ള രക്തക്കറയും അതിലുണ്ട്. അസറ്റോൺ എന്നൊരു രാസവസ്തുവിന്റെ സാന്നിധ്യവും പേസ് മേക്കറിൽ കാണിക്കുന്നുണ്ട് എന്നുള്ള കാര്യവും ഫോറൻസിക് വിഭാഗം സേവിയറിനെ അറിയിക്കുന്നു. അങ്ങനെ ആ ഒരു പേസ് മേക്കറിന്റെ ഡീറ്റെയിൽസ് എടുത്തിട്ട് ആരാണോ ആ ഒരു പേസ് മേക്കർ വരുത്തിച്ചത് അവരുടെ അഡ്രസ്സും കണ്ടെത്തി അവിടേക്ക് പോവുകയാണ് സേവിയറും കൂട്ടരും. ആ വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് വീടിന് മുന്നിലായിട്ട് നമ്പർ പ്ലേറ്റ് ഒന്നും ഇല്ലാത്ത ഒരു ആക്റ്റീവ ഇരിക്കുന്നത് കാണും. ഇതേ സ്കൂട്ടിയെ തന്നെയാണ് ഇവർ ചെക്കിങ്ങിൽ പൊക്കിയതും. തോമസ് മാഷിന്റെ മരുമകളായിട്ടുള്ള ഷെർലിയുടെ ബന്ധുവായിട്ടുള്ള ഒരു ബിൻസിയിലെ US-ലുള്ള ആ പെൺകുട്ടി അന്ന് ഓടിച്ചുകൊണ്ട് പോയത് ഇതേ സ്കൂട്ടി തന്നെയാണ്. ഇവരെല്ലാവരും എത്തിയിരിക്കുന്നത് ബിൻസിയുടെ വീട്ടിലേക്കുമാണ്. ബിൻസിയുടെ വീട്ടിലാണെങ്കിൽ ആരും തന്നെ ഇല്ലായിരുന്നു. അടുത്തുള്ളവരോട് അന്വേഷിക്കുന്ന സമയത്ത് അവരെല്ലാവരും US-ൽ സെറ്റിൽഡ് ആണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ പെൺകുട്ടി നാട്ടിലേക്ക് വരും. ക്രിസ്മസിന് മുൻപായിട്ട് ഈ പെൺകുട്ടിയുടെ വന്ന സമയത്ത് അവളുടെ വീടിന്റെ കാറിന്റെ അലാറം അടിച്ചുകൊണ്ടേയിരുന്നു. എന്താണെന്ന് രാത്രി ഞങ്ങൾ ഇറങ്ങി നോക്കിയ സമയത്ത് അതുവഴി ആരോ നടന്നു പോകുന്നതും കാണുവാനായി കഴിഞ്ഞു എന്നുള്ള കാര്യവും പരിസരവാസികൾ പറയുന്നു. അങ്ങനെ പോലീസുകാരാണെങ്കിൽ കാറിന്റെ ഡാഷ് ക്യാം പരിശോധിക്കുന്ന സമയത്ത് ബിൻസി ആണെങ്കിൽ സ്കൂട്ടിയും എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. എന്നിട്ട് സ്കൂട്ടി തിരികെ കൊണ്ടുവന്ന് വെക്കുന്നതോ വിവേകായിരുന്നു. വിവേക് വെപ്രാളപ്പെട്ട് ഓടിച്ചുകൊണ്ട് വന്നപ്പോൾ കാറിൽ കൊണ്ടുവന്ന് ഇടിക്കുകയുണ്ടായി. അങ്ങനെയാണ് കാറിന്റെ അലാറം അടിച്ചതും. വിവേക് എന്തിനായിരിക്കാം സ്കൂട്ടി തിരികെ കൊണ്ടുവന്ന് വെച്ചത് എന്നുള്ള സംശയം പോലീസുകാർക്കുണ്ടാകുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ആ നാട്ടിലെ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുകയായിരുന്നു. ഉത്സവത്തിൽ പങ്കെടുക്കുവാനായിട്ട് അഖിലും ഉണ്ടായിരുന്നു. എന്നാൽ അവിടെ വെച്ച് തറയിൽ കിടന്ന് ഒരു പേഴ്സ് പോലീസുകാർക്ക് കിട്ടുന്നു. അത് തുറന്നു നോക്കുമ്പോൾ അത് മറ്റാരുടേതുമല്ല, വിവേകിന്റേതായിരുന്നു. പേഴ്സ് മുഴുവൻ പരിശോധിക്കുന്ന സമയത്ത് ബാറിലെ ബില്ലും ഉണ്ടായിരുന്നു. എന്നാൽ ഉത്സവം കണ്ടുകൊണ്ടിരുന്ന അഖിലാണെങ്കിൽ പെട്ടെന്ന് തലകറങ്ങി വീഴും. സേവിയറും കൂട്ടരുമാണ് അവനെ ഹോസ്പിറ്റലിലേക്ക് എടുത്തുകൊണ്ടു പോകുന്നതും. ഹോസ്പിറ്റലിൽ ചെന്ന് ഏകദേശം ട്രിപ്പൊക്കെ ഇട്ട് അവനെ തിരികെ കൊണ്ടുവരികയായിരുന്നു. വണ്ടിയിലിരുന്നു കൊണ്ട് ആ ഒരു ബില്ലൊക്കെ പരിശോധിക്കുന്നതെല്ലാം അഖിൽ ശ്രദ്ധിക്കുന്നുണ്ട്. വിവേകിന്റെ പേഴ്സാണതെന്ന് അറിഞ്ഞതോടുകൂടി അഖിലിന് വീണ്ടും ടെൻഷൻ ഉണ്ടാകുവാനായും തുടങ്ങി. ആ ഒരു പേഴ്സിൽ കണ്ട ആ ഒരു ബില്ല് ഏത് ബാറിലേതാണെന്ന് കണ്ടെത്തി അവിടേക്കെത്തി അന്വേഷിക്കുകയാണ് സേവിയറും കൂട്ടരും. അവിടുത്തെ ക്യാമറ പരിശോധിക്കുന്ന സമയത്ത് 7 ദിവസം അടുപ്പിച്ച് സ്ഥിരമായിട്ട് വിവേക് ബാറിലേക്ക് വരും. കയറി വരുന്ന സമയത്ത് വിവേകിന്റെ കൈവശം ഒന്നും തന്നെ ഇല്ലായിരുന്നു. എന്നാൽ തിരികെ പോകുന്ന സമയത്ത് വിവേകിന്റെ കൈവശം ചെറിയൊരു ബാഗ് പോലുള്ള ഒരു വസ്തുവുണ്ട്. അതെന്താണെന്ന് അവർക്കറിയുവാനേ പറ്റുന്നില്ല.
എന്നാൽ ഈ ഒരു പേസ് മേക്കർ കിട്ടിയത് ആ ഒരു പയ്യന്റെ വീടിന് അടുത്ത് നിന്നാണെന്ന് പറഞ്ഞില്ലേ, അത് ഷെർലിയുടെ വസ്തുവായിരുന്നു. ഷെർലിക്ക് ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു പൊളിച്ചു മാറ്റിയ, ആ സ്ഥാപനത്തിന്റെ അടുത്ത് നിന്നാണ് പേസ് മേക്കർ കിട്ടിയിരിക്കുന്നതും. വിവേകിന് എന്തൊക്കെയോ കള്ളത്തരമുണ്ട് എന്നുള്ള കാര്യം പോലീസുകാർക്ക് മനസ്സിലായി. ബിൻസിയുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒക്കെ എടുത്തു നോക്കുന്ന സമയത്ത് ബിൻസി കൂടുതൽ പണവും ചിലവാക്കിയിരിക്കുന്നത് പേസ് മേക്കർ വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ്, അതും അവൾക്ക് വേണ്ടിയിട്ട്. മാത്രവുമല്ല, രണ്ടാമതായിട്ട് അവൾ ഏറ്റവും കൂടുതൽ പണമിടപാട് നടത്തിയിരിക്കുന്നത് ഷെർലിയുമായിട്ടാണ്. ഏകദേശം ഒരു 3.5 കോടി രൂപ ഷെർലിക്കും കൈമാറിയിട്ടുണ്ട് എന്നുള്ള കാര്യവും പോലീസുകാർക്ക് മനസ്സിലാകുന്നു. അപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത് ബിൻസി തന്നെയാണ്. ബിൻസിയുടെ മരണത്തിന് ഷെർലിക്കും എന്തെങ്കിലും പങ്കുണ്ടോ, വിവേകിനും എന്തെങ്കിലും പങ്കുണ്ടോ എന്നൊക്കെയുള്ള സംശയം അവർക്ക് തോന്നുന്നു. 3.5 കോടി രൂപ ഷെർലിക്കാണല്ലോ കൈമാറ്റം നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു വഴിയിൽ അന്വേഷണം നടത്തുന്ന സമയത്തായിരുന്നു ഷെർലി വാങ്ങിയ ഈ 3.5 കോടി രൂപയും ചിലവഴിച്ചിരിക്കുന്നത് മാത്യൂസിന് വേണ്ടിയിട്ടാണ്. മാത്യൂസ് ഒരുപാട് കടങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ആ ഒരു കടങ്ങളെല്ലാം തീർത്തത് ഷെർലി ആയിരുന്നു എന്നുള്ള കാര്യം പോലീസുകാർക്ക് മനസ്സിലാക്കുന്നു. മാത്യൂസിനെ വിളിച്ച് ചോദ്യം ചെയ്യുകയാണ് സേവിയർ. നീയും ഷെർലിയും തമ്മിൽ എന്താ ഇടപാട്? നിങ്ങളുടെ ഇടപാടെല്ലാം അറിഞ്ഞതുകൊണ്ട് തന്നെയാണോ ഈ വിവേകിനെ ഉപയോഗിച്ച് നീയാണെങ്കിൽ ബിൻസിയെ കൊന്നുകളഞ്ഞത് എന്നുള്ള കാര്യങ്ങളെല്ലാം ചോദിക്കുന്നു. എന്നാൽ മാത്യൂസ് ആണെങ്കിൽ തനിക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല. താൻ അവസാനമായിട്ട് വിവേകിനെ കണ്ടത് ആ ഒരു ക്രിസ്മസിന്റെ തലേ ദിവസമാണ്. അതിനുശേഷം ഇതുവരെയും കണ്ടിട്ടേയില്ല എന്നുള്ള കാര്യവും മാത്യൂസ് പറയുന്നു. വിവേകിനെ അവസാനമായി കണ്ടപ്പോൾ അവന് ദുബായിൽ ജോലി റെഡിയായി എന്നുള്ള കാര്യം എന്നോട് പറഞ്ഞുവെന്നും മാത്യൂസ് പറയുന്നു. ഇതിൽ നിന്നെല്ലാം സേവിയർ ഒരു കൺക്ലൂഷനിൽ എത്തുകയാണ്. ഷെർലിയാണ് ബിൻസിയെ കൊന്നത്. എന്നിട്ട് എന്തിനായിരിക്കാം വിവേക് 7 ദിവസം സ്ഥിരമായിട്ട് ബാറിൽ വന്നിട്ട് പോയത്? അവന്റെ കൈവശം എന്തായിരുന്നു എന്നുള്ള കാര്യമെല്ലാം സേവിയർ മാത്യൂസിനോട് ചോദിക്കുമ്പോൾ എനിക്കതൊന്നും അറിയത്തില്ല, എനിക്കതുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് പറയും. പിന്നെ എന്തിനാ ഷെർലി നിങ്ങളുടെ കടമെല്ലാം വീട്ടിയത്? നിങ്ങൾക്ക് എന്തിനാ അവൾ കാശ് തന്നത് എന്നുള്ള കാര്യമെല്ലാം സേവിയർ ചോദിക്കുമ്പോൾ അതിന് മാത്യൂസിന് മറുപടിയില്ലായിരുന്നു. അങ്ങനെ സേവിയർ തോമസ് മാഷിന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. തോമസ് മാഷിന്റെ കൂടി ബന്ധുവാണല്ലോ മരണപ്പെട്ടു പോയ ബിൻസി. ബിൻസിയുടെ മരണകാര്യങ്ങളെല്ലാം സേവിയർ ആണെങ്കിൽ തോമസ് മാഷിനോട് തുറന്നു പറയുന്നു. മാത്രവുമല്ല, മരണത്തിന് ഉത്തരവാദി ഷെർലിയാണെന്ന് കൂടി പറയും. ഷെർലി ഇപ്പോൾ തന്റെ ഭർത്താവിന്റെ അടുത്തേക്ക് പോയിരിക്കുകയാണല്ലോ. എങ്ങനെയെങ്കിലും ഷെർലിയെ നാട്ടിലേക്ക് വരുത്തണം. അതും ഈ ഒരു കേസിന്റെ കാര്യം പറഞ്ഞുകൊണ്ടല്ല, എന്തെങ്കിലും കിണിയിലൂടെ വേണം അവളെ നാട്ടിലേക്ക് വിളിച്ചു വരുത്താൻ എന്നുള്ള കാര്യവും സേവിയർ തീരുമാനിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് തോമസ് മാഷിനെ വന്ന് കണ്ട് എല്ലാ കാര്യവും പറഞ്ഞതും. ഷെർലി എങ്ങനെയെങ്കിലും നാട്ടിലേക്ക് വരുത്തണമല്ലോ, അതിനു വേണ്ടിയിട്ട് തോമസ് മാഷ് ഒരു ഐഡിയ പ്രയോഗിക്കുന്നു. ഉടനെ തന്നെ തോമസ് മാഷ് തന്റെ മകന് മെസ്സേജ് അയക്കും, അവന്റെ അമ്മയ്ക്ക് ഒട്ടും സുഖമില്ല എന്ന്. അമ്മയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു മകനായാലും അമ്മയെ കാണുവാൻ വേണ്ടിയിട്ട് നാട്ടിലേക്ക് വരുമല്ലോ. വിവരം അറിഞ്ഞതും അടുത്ത ദിവസം തന്നെ തന്റെ മകനും മരുമകളും നാട്ടിലേക്ക് എത്തുകയാണ്. എന്നാൽ അവരെ സ്വീകരിക്കാനായി എത്തിയതോ പോലീസായിരുന്നു. പോലീസ് എയർപോർട്ടിൽ നിന്ന് തന്നെ ഷെർലിയെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്കും കൊണ്ടുപോകും. എന്നിട്ട് ബിൻസിയെ കുറിച്ച് അന്വേഷിക്കും. ബിൻസി ആണെങ്കിൽ US പോയിരിക്കുകയാണ്, അല്ലാതെ എനിക്ക് അവളുടെ കാര്യങ്ങളൊന്നും അറിയില്ല എന്നാണ് ഷെർലി മറുപടി പറയുന്നത്. നിങ്ങളും മാത്യൂസും തമ്മിൽ എന്താണ് ഇടപാടെന്ന് ചോദിക്കുമ്പോൾ ആദ്യമൊന്നും അവളൊന്നും സമ്മതിക്കത്തില്ല. എന്നിട്ട് പറയും, ഞങ്ങൾ രണ്ടുപേരും അടുപ്പത്തില്ല, അതുകൊണ്ട് പുള്ളിക്കാരന് കാശിന്റെ ആവശ്യം വന്നപ്പോൾ ഞാൻ കുറച്ച് കാശ് കൊടുത്തു, അതിനിപ്പോൾ എന്താ എന്നും ഷെർലി പറയുന്നു. ബിൻസിയുടെ മരണകാര്യം അന്വേഷിക്കുന്ന സമയത്ത് ഒന്നും തുറന്നു പറയുവാനായിട്ട് ഷെർലി കൂട്ടാക്കുന്നതേയില്ല. അവസാനം പോലീസുകാർ നല്ല കാര്യമായിട്ട് അങ്ങ് ചോദ്യം ചെയ്തപ്പോൾ ഉള്ള സത്യങ്ങളെല്ലാം ഷെർലി തുറന്നു പറയുന്നു. ഈ ഷെർലിയും മാത്യുവും തമ്മിൽ റിലേഷൻഷിപ്പിലായിരുന്നു. ഒരിക്കൽ ഷെർലിയുടെ സ്ഥാപനത്തിൽ നിന്നും രാത്രി മാത്യൂസ് ഇറങ്ങിപ്പോകുന്നത് ഷെർലിയെ കാണുവാൻ വേണ്ടിയിട്ട് അവിടേക്ക് വന്ന ബിൻസി കാണുന്നു. ബിൻസിക്ക് മനസ്സിലായി ഇവർ തമ്മിൽ കണക്ഷനിലാണെന്നുള്ള കാര്യം. ബിൻസി ആണെങ്കിലോ ഉടനെ തന്നെ തന്റെ ക്യാഷ് എന്ന് തരുമെന്ന് ഷെർലിയോട് ചോദിക്കുന്നു. നിന്റെ ക്യാഷ് ഒന്നും എനിക്കിപ്പോൾ തരാൻ പറ്റില്ല എന്നായിരുന്നു ഷെർലി മറുപടി പറയുന്നതും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ കാര്യമെല്ലാം നിങ്ങളുടെ ഭർത്താവിനെ ഞാൻ അറിയിക്കുമെന്ന് പറഞ്ഞിട്ട് ബിൻസി ആണെങ്കിൽ ഷെർലിയെ ഭീഷണിപ്പെടുത്തുന്നു. അത് കേട്ട് ദേഷ്യം വന്ന ഷെർലി ബിൻസിക്കിട്ടൊരെണ്ണം കൊടുക്കും. എന്നാൽ ബിൻസി ആണെങ്കിലോ ഷെർലിയും തിരിച്ചു തല്ലുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് വിവേക് കയറി വരും. ഷെർലി നീ തല്ലിയത് ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് വിവേക് ആണെങ്കിൽ ബിൻസിയെ അടിക്കുന്നു. വിവേക് അടിച്ച അടിയാണെങ്കിൽ നല്ല രീതിക്ക് ബിൻസി കേറ്റു. അടികൊണ്ട് ഷെർലി തറയിലേക്ക് വീഴുന്ന സമയത്ത് അവളുടെ നെഞ്ചു വന്ന് അവിടെ ഉണ്ടായിരുന്ന കസേരയിൽ ഇടിക്കും. പേസ് മേക്കർ വെച്ചിരുന്നത് കൊണ്ട് തന്നെ ആ ഒരു ഇടിയുടെ ആഘാതത്തിൽ അവൾ മരണപ്പെട്ടു പോകുന്നു. ഇത് കണ്ട് വിവേകും ഷെർലിയും ഒരുപാട് പേടിക്കും. ഉടനെ തന്നെ ഷെർലി വിവേകിനോട് അവളുടെ സ്കൂട്ടി വീട്ടിൽ കൊണ്ടുവന്ന് വെക്കുവാനായും പറഞ്ഞു. അങ്ങനെ വെപ്രാളപ്പെട്ട് സ്കൂട്ടി തിരികെ കൊണ്ടുവന്ന് വെക്കുന്ന സമയത്തായിരുന്നു സ്കൂട്ടി വന്ന് കാറിലിടിച്ചതും അലാറം അടിക്കുന്നതും. വിവേക് പോയ ഉടനെ തന്നെ ഷെർലി അവിടെ ഉണ്ടായിരുന്ന നെയിൽ പോളിഷ് ഉണ്ടാക്കുവാനായി വെച്ചിരുന്ന അസറ്റോൺ എന്ന ആ ഒരു കെമിക്കലിലെ അതെടുത്ത് ബിൻസിയുടെ ദേഹത്തൊഴിക്കുന്നതും അവളെ കത്തിക്കുന്നതും. കത്തിക്കരിഞ്ഞ ശവശരീരം പല പല ബാഗുകളിലാക്കി അവൾ മാറ്റിവെച്ചു. തിരികെ വന്ന വിവേകിനോട് ഈ ബാഗുകൾ ആരും കാണാതെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഉപേക്ഷിക്കണമെന്നും പറയുന്നു.
പല പല ബാഗിലാക്കി വെച്ചിരുന്ന ആ ഒരു ശവശരീരങ്ങളെല്ലാം എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഉപേക്ഷിക്കണം. പക്ഷെ അതെവിടെയാണ് കളയുന്നതെന്ന് എന്നോട് പറയണ്ട, എനിക്കറിയണ്ട. നീ CC ക്യാമറ ഇല്ലാത്ത എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഉപേക്ഷിക്കുവാനായിട്ടും വിവേകിനോട് പറയുന്നു. പക്ഷേ എവിടെ വെച്ച് ബാഗ് കൈമാറും? അവളുടെ സ്ഥാപനത്തിൽ വെച്ച് കൈമാറണ്ട എന്ന് തീരുമാനിച്ച് അവളുടെ സ്ഥാപനത്തിന് പുറകിലായിട്ടാണ് ബാറുള്ളത്. അതുകൊണ്ട് തന്നെ ബാറിൽ വെച്ച് കൈമാറാമെന്നും അവർ തീരുമാനിക്കുന്നു. അങ്ങനെയാണ് ആ ഒരു ബാഗ് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് വിവേക് പല പല ദിവസങ്ങളിലായിട്ട് ബാറിലേക്ക് വരുന്ന സമയത്ത് അവന്റെ കയ്യിൽ ഒന്നുമില്ല. തിരികെ പോകുന്ന സമയത്ത് അവന്റെ കൈവശം ബാഗ് ഇരിക്കുന്നു. അങ്ങനെയാണ് മദ്യപിക്കാത്ത വിവേക് എന്തിനായിരിക്കും സ്ഥിരം ബാറിൽ വരുന്നത് എന്നുള്ള സംശയം സേവ്യറിനുണ്ടാകുന്നതും ഈ രീതിയിലെല്ലാം അന്വേഷണം വന്ന് അവസാനിക്കുന്നതും. ഷെർലി ഏൽപ്പിച്ച ആ ഒരു ബാഗ് അവൻ കൊണ്ടു കളയുവാനായി എത്തിയത് ആ ഒരു പൊട്ടക്കിണറ്റിലേക്കായിരുന്നു. അപ്പോഴാണ് അഖിൽ വെച്ച ആ ഒരു കെണിയിൽ വിവേക് കുടുങ്ങുന്നതും അവൻ നേരെ തെന്നി കിണറ്റിലേക്ക് വീഴുന്നതും. എന്നാൽ ഇതിനിടയിൽ വെച്ച് ഈ ഒരു വിവേകിന്റെ കേസുകളെല്ലാം പോലീസ് അന്വേഷിക്കുന്നത് മനസ്സിലാക്കിയ അഖിലിനാണെങ്കിലോ വല്ലാത്ത ടെൻഷനാകുവാനായും തുടങ്ങിയിരുന്നു. അങ്ങനെ അവൻ അവന്റെ അച്ഛനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. കൂടാതെ അവൻ സ്കൂൾ വിട്ട് വന്ന സമയത്ത് അവന്റെ കൂട്ടുകാരനെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വന്നിട്ട് നടന്ന കാര്യങ്ങളെല്ലാം കൂട്ടുകാരനോട് തുറന്നു പറയും. കൂട്ടുകാരനും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവർ രണ്ടുപേരും നേരെ ചെല്ലുന്നത് നിമിഷ ടീച്ചറിന്റെ അടുത്തേക്കാണ്. ഇത്രയും നാളായിട്ട് ആരോടും പറയാതെ അവൻ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന കാര്യമാണല്ലോ. അവൻ അതെല്ലാം മനസ്സിൽ വെച്ചിരുന്ന് അവന് വയ്യ. അവൻ തളർന്നിരിക്കുന്നു. അവൻ അറിയാതെ ചെയ്തു പോയ തെറ്റ ആരെയും കൊല്ലണമെന്ന് വിചാരിച്ച് ചെയ്തതല്ലോ. നിമിഷയോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയും. ടീച്ചർ വേണം സേവ്യർ സാറിനെ അറിയിക്കുവാനെന്നും അഖിൽ പറയുന്നുണ്ട്. പക്ഷേ എങ്ങനെ ഇതെല്ലാം അറിയിക്കുമെന്ന ടെൻഷനായിരുന്നു നിമിഷയ്ക്കും. പക്ഷേ വിവേക് മരിച്ചുപോയ കാര്യങ്ങളൊന്നും സേവ്യറിന് അറിയത്തില്ലല്ലോ. വിവേകിന്റെ പേഴ്സ് കിട്ടിയത് ആ പൊട്ടക്കിണറ്റിന്റെ പരിസരത്ത് നിന്നാണ്. മാത്രമല്ല വേസ്റ്റ് കൊണ്ടുപോകുവാനായിട്ട് വിവേക് അവിടെ നിന്ന് പോയ കാര്യങ്ങളെല്ലാം സേവ്യറിന് മനസ്സിലായത് കൊണ്ട് തന്നെ പൊട്ടക്കിണർ കേന്ദ്രീകരിച്ച് അന്വേഷണവും ആരംഭിക്കുന്നു. മൂടിക്കിടന്ന പൊട്ടക്കിണർ തുറക്കുകയാണ് സേവ്യറും കൂട്ടരും ചേർന്ന്. എന്നാൽ അതേസമയം തന്നെയായിരുന്നു നിമിഷയുടെ കോൾ സേവ്യറിന് വരുന്നതും. അഖിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിമിഷ സേവ്യറിനോട് തുറന്നു പറഞ്ഞു. അതെല്ലാം കേട്ടതും സേവ്യർ ഞെട്ടിപ്പോവുകയാണ്. അതേസമയമായിരുന്നു കിണറ്റിൽ നിന്നും വിവേക് കൊണ്ടു കളഞ്ഞ ആ കുറെ ബാഗുകളും മാത്രമല്ല അതിന്റെ കൂട്ടത്തിൽ കെണിയിൽ പെട്ടുപോയ വിവേകിന്റെ കാലും കിട്ടുന്നത്. കാലിറുന്നു പോയിരുന്നു. അതാണ് അവർക്ക് കിട്ടുന്നതും. അതെല്ലാം കാണുന്നതും ഉടനെ തന്നെ സേവ്യർ അവിടെ നിന്നും വണ്ടിയും എടുത്തു പോകുന്നു. മറ്റൊരു വശത്ത് അഖിൽ സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞതുകൊണ്ട് തന്നെ വീട്ടുകാരും അവന്റെ കൂട്ടുകാരുമെല്ലാം സങ്കടപ്പെട്ടിരിക്കുകയാണ്. സേവ്യർ ആണെങ്കിൽ അഖിലിന്റെ വീട്ടിലേക്ക് എത്തി. അഖിലിന്റെ കാര്യങ്ങളെല്ലാം അറിഞ്ഞത് കൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്യാതിരിക്കാനായിട്ട് അവർക്ക് നിവർത്തിയില്ലല്ലോ. എങ്ങനെയെങ്കിലും അവനെ അറസ്റ്റ് ചെയ്തല്ലേ പറ്റൂ. ഈ കേസിൽ അവനും പെട്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ സേവ്യർ ആണെങ്കിൽ സങ്കടത്തോടു കൂടി അഖിലിനെ അവിടെ നിന്നും അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നു. മനസ്സില്ലാ മനസ്സോടെയാണ് എല്ലാ പോലീസുകാരും അത് ചെയ്യുന്നതും. അങ്ങനെ കേസെല്ലാം സേവ്യർ തെളിയിച്ചു. മനഃപൂർവ്വമല്ലെങ്കിലും അഖിലും കൊലപാതകത്തിന് പ്രതിയായിരിക്കുന്നു. സേവ്യറിന് വല്ലാത്ത സങ്കടം. അവനെ ജുവനൈൽ ഹോമിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അഖിലിന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ സങ്കടമായത് ആര്യയ്ക്കായിരുന്നു. ആര്യ അവനെ ഓർത്തു ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അങ്ങനെ 6 മാസങ്ങൾ കടന്നുപോയി. ജുവനൈൽ ഹോമിലായിരിക്കുന്ന അഖിലിനെ കാണുവാൻ വേണ്ടിയിട്ട് അവിടേക്ക് അവന്റെ പ്രിയപ്പെട്ട മാഷായിട്ടുള്ള സേവ്യർ എത്തുന്നുണ്ട്. ഈ 6 മാസവും അഖിലിനെ കാണുവാൻ വേണ്ടിയിട്ട് സേവ്യർ സ്ഥിരം ജയിലിലേക്ക് വരുമായിരുന്നു. എന്നിട്ട് അവിടെ വെച്ച് അവന് ട്യൂഷൻ എടുത്തു കൊടുക്കും. നന്നായി പഠിക്കുന്ന അഖിലിന് അതൊരു അനുഗ്രഹമായിരുന്നു. മാത്രമല്ല സേവ്യറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുവാനായിട്ട് മറ്റുള്ള കുട്ടികളും ചേരുകയാണ്. അതോടുകൂടി ഈ സിനിമയുടെ കഥ അവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.